Hello friends, I am Nisha from Nissa's Kitchen. Welcome to my channel. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ചില്ലി ബീഫ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ചില്ലി ബീഫ് ഉണ്ടാക്കാനായിട്ട് ബീഫ് കട്ട് ചെയ്യേണ്ടത് നീളത്തിൽ കനം കുറച്ചിട്ടാണ്. നന്നായിട്ട് കഴുകിയ ശേഷം ബീഫ് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുക. സവോള 2 എണ്ണം മീഡിയം സൈസ് ചതുരത്തിൽ അരിഞ്ഞെടുത്തത്, ക്യാപ്സിക്കം 1 എണ്ണം വലുത് ചതുരത്തിൽ അരിഞ്ഞെടുത്തത്, പച്ചമുളക് 4 എണ്ണം രണ്ടായിട്ട് നടുവേ മുറിച്ചത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 6 അല്ലി അരിഞ്ഞത്, കുറച്ച് ഫ്രഷ് സ്പ്രിംഗ് ഒനിയൻ. ആവശ്യമായ സോസുകൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെജിറ്റബിൾ ഓയിൽ ആവശ്യത്തിന്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ബീഫ് മാരിനേറ്റ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത ബീഫ് ഞാനിവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതിപ്പോൾ കുറച്ച് നെയ്യുള്ള ബീഫ് ആയതുകൊണ്ട് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല ദശയുള്ള പോർഷൻ നോക്കി വാങ്ങുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ബീഫിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ട് തിരുമ്മി വെക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സോസും ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അതിനായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. മാരിനേറ്റ് ചെയ്ത ബീഫ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് പ്രത്യേകമായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫ് വെന്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വരും. ഇനി മൂടി വെച്ച് നമുക്ക് ഒരു 5ഓ 6ഓ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 6 വിസിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1ഓ 2ഓ വിസിലോടെ അടുപ്പിച്ചെടുക്കാം. ബീഫിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ വേവിന് വ്യത്യാസം കാണും. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 വിസിൽ വന്നപ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ബീഫ് വെന്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വെള്ളം, അതായത് ബീഫിൻ്റെ സ്റ്റോക്ക് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബീഫിൻ്റെ സ്റ്റോക്കിലേക്കാണ് നമുക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീഫ് സ്റ്റോക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അവസാനം നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇതിപ്പോൾ മാറ്റി വെച്ചിരിക്കാം. അടുത്തായിട്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കാം. ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ കറിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇത് മൂന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നമ്മൾ ഇതിനെ വഴറ്റി. ഇനി ഇതിലേക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്യുന്ന പോലെ തന്നെ സവാള ഇതുപോലെ ചതുരത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് അധികം ചേർക്കണ്ട. നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തത്. നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ വഴറ്റാം. ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇപ്പോൾ സവോള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കം കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റാം. ഒരു 3-4 മിനിറ്റ് മീഡിയം ഹീറ്റിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും.
നമ്മളിപ്പോൾ ഒരു 3-4 മിനിറ്റും കൂടി ഇതിനെ വഴറ്റി. ഇപ്പോൾ ഇതെല്ലാം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. സോസ് തയ്യാറാക്കിയതിന് ശേഷം വേണം ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാനായിട്ട്. തൽക്കാലം ഇത് മാറ്റി വെച്ചിരിക്കാം. നമുക്ക് സോസ് തയ്യാറാക്കാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് വൈഡായിട്ടുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഹോട്ട് ചില്ലി പൗഡർ അല്ല, നല്ല കളറുള്ള പിരിയ മുളക് പൊടി തന്നെ ഇതിലേക്ക് ചേർക്കുക. എന്നാലേ നമ്മുടെ സോസിന് നല്ലൊരു നിറം കിട്ടത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കൊരു 2-3 മിനിറ്റ് ഇതിനെ ലോ ഹീറ്റിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോസുകൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂണാണ് സോയാ സോസ് എടുത്തത്. അതിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ മാരിനേഷൻ്റെ സമയത്ത് ചേർത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കാം. നമുക്ക് ഒരു 3-4 മിനിറ്റ് ഇതിനെ വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യണം. ഈ സോസൊക്കെ ഈ ബീഫിലോട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരാനായിട്ട് നമുക്കിതിനെ ലോ ഹീറ്റിൽ ഒരു 3-4 മിനിറ്റ് വെച്ചിരിക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ ബീഫിലോട്ട് നന്നായിട്ട് സോസൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് ചേർക്കാം. ബീഫിൻ്റെ സ്റ്റോക്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ആക്കി വെച്ചിരുന്നത് ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇതുപോലെ ബീഫ് സ്റ്റോക്കിൽ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ലോ ഹീറ്റിൽ വെച്ചിരിക്കാം. ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് തിക്കായി വരണം. മൂടി വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ ചില്ലി ബീഫിൻ്റെ പോലെ നല്ലൊരു റെഡ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു റെഡ് ഫുഡ് കളർ ഒരു നുള്ളി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ കളറൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു റെഡ് കളറുണ്ട്. ഇപ്പോൾ ലൈറ്റിൻ്റെ കൊണ്ട് നമുക്ക് അധികം ഒരു കളർ അറിയുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തായിട്ട് ഇതിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ചില്ലി ബീഫ് ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ബീഫ് ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക്